ഓം ശാന്തി 30-10-2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ വളരെ വളരെ സാധാരണമായിരിക്കണം. ഫാഷണബിളായ വില കൂടിയ വസ്ത്രം ധരിക്കുന്നതിലൂടെയും ദേഹാഭിമാനം വരും. ചോദ്യം: ഭാഗ്യത്തിൽ ഉയർന്ന പദവി ഇല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് കുട്ടികൾ അലസരാകുന്നത്? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, തന്റെ ഉന്നതിക്കായി ചാർട്ട് വയ്ക്കൂ. ഓർമ്മയുടെ ചാർട്ട് വയ്ക്കുന്നതിലൂടെ വളരെയധികം ഗുണമുണ്ട്. നോട്ട്ബുക്ക് സദാ കയ്യിൽ വെക്കണം. പരിശോധിക്കണം, ഞാൻ എത്ര സമയം ബാബയെ ഓർമ്മിച്ചു. എന്റെ രജിസ്റ്റർ എങ്ങനെയുള്ളതാണ്? ദൈവിക സ്വഭാവമാണോ? കർമ്മം ചെയ്തുകൊണ്ടും ബാബയുടെ ഓർമ്മയുണ്ടോ? ഓർമ്മയിലൂടെയേ കറ ഇളകൂ, ഭാഗ്യം ഉയർന്നതായി മാറൂ. ഗീതം: ഭോലാനാഥനേക്കാൾ വിചിത്രനായി. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികളുടെ പക്കൽ വീട്ടിൽ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം തീർച്ചയായും ഉണ്ടാകണം. ഇവരെ, അതായത് ലക്ഷ്മി നാരായണനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകണം. എന്തെന്നാൽ നിങ്ങളുടെ പഠിപ്പിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വിദ്യാർത്ഥികളാണ്. ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈശ്വരന്റെ സ്റ്റുഡന്റ്സ് അഥവാ വിദ്യാർത്ഥികളാണ് നമ്മൾ. ഇതാണ് പഠിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ഉദ്ദേശ്യമാണ് ഉള്ളത്. ഇവരെ കണ്ട് വളരെയധികം സന്തോഷിക്കണം. ഗീതവും കുട്ടികൾ കേട്ടുവല്ലോ. വളരെ നിഷ്കളങ്കനാണ്. ചിലരാണെങ്കിൽ ശങ്കരനെ ഭോലാനാഥനെന്ന് കരുതുന്നു. എന്നിട്ട് ശിവനെയും ശങ്കരനെയും ഒന്നാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ശിവൻ ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്, എന്നാൽ ശങ്കരൻ ദേവതയാണ്. പിന്നെങ്ങനെ രണ്ടുപേരെയും ഒന്നാക്കാൻ സാധിക്കും? ഭക്തരുടെ രക്ഷ ചെയ്യുന്നവനെ എന്ന് വിളിക്കുന്നതും ഗീതത്തിൽ കേട്ടു. എങ്കിൽ തീർച്ചയായും ഭക്തർ ഏതോ ആപത്തിലാണ്. എല്ലാവരുടെയും മേൽ 5 വികാരങ്ങളാകുന്ന ആപത്തുണ്ട്. എല്ലാവരും ഭക്തരാണ്. ആരെയും ജ്ഞാനി എന്ന് പറയാൻ കഴിയില്ല. ജ്ഞാനവും ഭക്തിയും വേറെ വേറെ കാര്യങ്ങളാണ്. എങ്ങനെയാണോ ശിവനും ശങ്കരനും വേറെ വേറെ, അതുപോലെയാണ്. എപ്പോൾ ജ്ഞാനം ലഭിക്കുന്നുവോ അപ്പോൾ ഭക്തി ഉണ്ടാവുകയില്ല. നിങ്ങൾ സുഖധാമത്തിന്റെ അധികാരിയാവുന്നു. അരക്കൽപ്പത്തിലേക്ക് സദ്ഗതി ലഭിക്കുന്നു. ഒരു സൂചനയിലൂടെ തന്നെ നിങ്ങൾ പകുതി കൽപ്പത്തിലേക്കുള്ള സമ്പത്ത് നേടുന്നു. നോക്കൂ, ഭക്തരുടെ മേൽ എത്ര ബുദ്ധിമുട്ടുകളാണ്. ജ്ഞാനത്തിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ഡ്രാമ അനുസരിച്ച് എന്തെല്ലാം കഴിഞ്ഞുപോയോ അതെല്ലാം ആവർത്തിക്കും. പിന്നീട് ഭക്തി ആരംഭിക്കുമ്പോൾ വാമമാർഗം ആരംഭിക്കുന്നു. അതായത് പതീതമാകുന്നതിനുള്ള മാർഗം ആരംഭിക്കുന്നു. അതിലും നമ്പർ 1 കാമമാണ്. അതിനാലാണ് പറയുന്നത്, കാമത്തെ ജയിച്ചാൽ നിങ്ങൾ ജഗത് ജീത്തായി മാറും. അവർ എന്തെങ്കിലും വിജയം നേടുന്നുണ്ടോ? രാവണ രാജ്യത്തിൽ വികാരമില്ലാതെ ആരുടെയും ശരീരം ഉണ്ടാകുന്നില്ല. സത്യുഗത്തിൽ രാവണ രാജ്യം ഉണ്ടാകില്ല. അഥവാ അവിടെയും രാവണനുണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ രാമരാജ്യം സ്ഥാപിച്ച് എന്തു ചെയ്തു? അച്ഛന് എത്ര ചിന്ത ഉണ്ടാകുന്നു, എന്റെ കുട്ടികൾ സുഖമായി ഇരിക്കണം. ധനം സമ്പാദിച്ച് കുട്ടികൾക്ക് നൽകുന്നു. അവർ സുഖമായി ഇരിക്കുന്നതിന് വേണ്ടി. പക്ഷെ ഇവിടെ അങ്ങനെ നടക്കില്ല. ഇത് ദുഃഖത്തിന്റെ ലോകമാണ്. പരിധിയില്ലാത്ത അച്ഛൻ പറയുന്നു, നിങ്ങൾ അവിടെ ജന്മജന്മാന്തരങ്ങളായി സുഖം അനുഭവിക്കും. അളവില്ലാത്ത ധനം ലഭിക്കും. 21 ജന്മങ്ങളിലേക്ക് അവിടെ ഒരു ദുഃഖവും ഉണ്ടാകില്ല. പാപ്പരാവില്ല. ഈ കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ഉള്ളിന്റെ ഉള്ളിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങളുടെ ജ്ഞാനവും യോഗവും എല്ലാം ഗുപ്തമാണ്. സ്ഥൂലത്തിലുള്ള ആയുധങ്ങൾ ഒന്നുമില്ല.
ബാബ മനസ്സിലാക്കി തരുന്നു, ഇത് ജ്ഞാനത്തിന്റെ വാളാണ്. അവർ പിന്നീട് സ്ഥൂലത്തിലുള്ള ആയുധങ്ങൾ അടയാളമായി ദേവിമാർക്ക് നൽകി. ശാസ്ത്രങ്ങൾ പഠിക്കുന്ന ആരും ഇത് ജ്ഞാനത്തിന്റെ വാളാണ്, ഇത് ജ്ഞാനത്തിന്റെ ഗദയാണ് എന്ന് പറയുകയില്ല. ഇത് പരിധിയില്ലാത്ത അച്ഛൻ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. അവർ കരുതുന്നു, ശക്തി സേന വിജയം നേടിയെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ആയുധം ഉണ്ടായിരിക്കും. ബാബ വന്ന് ഈ മുഴുവൻ തെറ്റുകളും പറഞ്ഞു തരുന്നു. നിങ്ങളുടെ ഈ കാര്യം അനേകം മനുഷ്യർ കേൾക്കും. വിദ്വാൻമാരും ഒരു ദിവസം വരും. പരിധിയില്ലാത്ത അച്ഛനല്ലേ? നിങ്ങൾ കുട്ടികളുടെ മംഗളം ശ്രീമത്തിലൂടെ നടക്കുന്നതിലാണ്. അപ്പോഴാണ് ദേഹാഭിമാനം മുറിയൂ. അതിനാലാണ് ധനവാന്മാർ വരാത്തത്. ബാബ പറയുന്നു, ദേഹാഹങ്കാരം ഉപേക്ഷിക്കൂ. നല്ല വസ്ത്രം ധരിക്കണം എന്ന ലഹരി ഉണ്ടാവാറുണ്ട്. നിങ്ങളിപ്പോൾ വനവാസത്തിലാണ്. ഇപ്പോൾ ഭർത്തൃ പിതാവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങളെ വളരെയധികം ആഭരണങ്ങൾ അണിയിക്കും. ഇവിടെ വില കൂടിയ വസ്ത്രം അണിയേണ്ടതില്ല. ബാബ പറയുന്നു, വളരെ സാധാരണമായി ഇരിക്കൂ. എങ്ങനെയുള്ള കർമ്മമാണോ ഞാൻ ചെയ്യുന്നത് അതുപോലെ കുട്ടികളും സാധാരണമായിരിക്കണം. ഇല്ലെങ്കിൽ ദേഹാഭിമാനം വരും. അതെല്ലാം വളരെ നഷ്ടം വരുത്തിവെക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ ഭർത്തൃപിതാവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് വളരെയധികം ആഭരണങ്ങൾ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ആഭരണമൊന്നും അണിയേണ്ടതില്ല. ഇന്ന് കാലത്ത് എത്ര മോഷണമാണ് നടക്കുന്നത്. വഴിയിൽ വെച്ച് തന്നെ കൊള്ളക്കാർ തട്ടിയെടുക്കുന്നു. ദിനം പ്രതിദിനം ഈ ബഹളങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിനാൽ ബാബയെ മറന്നുപോകുന്നു. ഈ പരിശ്രമം ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. പിന്നീട് ഒരിക്കലും ഭക്തിമാർഗത്തിൽ ഈ പരിശ്രമം ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. നിങ്ങൾക്കറിയാം, ബാബ വരുന്നത് തന്നെ പുരുഷോത്തമ സംഗമ യുഗത്തിലാണ്. യുദ്ധവും തീർച്ചയായും ഉണ്ടാകും. ആറ്റമിക് ബോംബുകളും ഒരുപാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്ന് നിർത്തലാക്കണം എന്ന് കരുതി എത്ര തന്നെ ശ്രമിച്ചാലും ഇതിനെ തടയാൻ കഴിയില്ല. ഡ്രാമയിൽ ഉള്ളതാണ്. മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാക്കില്ല. മരണം ഉണ്ടാകണം, പിന്നെങ്ങനെ തടയാൻ കഴിയും? മനസ്സിലാക്കിയാലും നിർത്തില്ല. ഡ്രാമയിൽ നിശ്ചിതമാണ്. യാദവരും കൗരവരും നശിക്കുക തന്നെ വേണം. യാദവർ യൂറോപ്പ് വാസികളാണ്. അവർക്കാണ് സയൻസിന്റെ അഹങ്കാരമുള്ളത്. അതിലൂടെയാണ് വിനാശമുണ്ടാകുന്നത്. പിന്നെ സൈലൻസിന്റെ വിജയമുണ്ടാകും. നിങ്ങളെ ശാന്തസ്വരൂപമായി ഇരിക്കാൻ പഠിപ്പിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ. പരിപൂർണ സൈലൻസ്. ഞാൻ ആത്മാവ് ശരീരത്തിൽ നിന്നും വേറിട്ടതാണ്. ശരീരം ഉപേക്ഷിക്കാനായി നമ്മൾ എങ്ങനെ പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതുപോലെ ശരീരം ഉപേക്ഷിക്കാനായി ആരെങ്കിലും പുരുഷാർത്ഥം ചെയ്യുമോ? മുഴുവൻ ലോകത്തിലും പോയി തിരഞ്ഞോളൂ. ആരെങ്കിലും ഇങ്ങനെ പറയുമോ, ഹേ ആത്മാവേ, ഇപ്പോൾ നിനക്ക് ശരീരം ഉപേക്ഷിച്ചു പോകണം, അതിനാൽ പവിത്രമായി മാറൂ, ഇല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ശിക്ഷകൾ അനുഭവിക്കുന്നത് ആരാണ്? ആത്മാവ്. ആ സമയം സാക്ഷാത്കാരം ഉണ്ടാകും. നിങ്ങൾ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തു, ഇപ്പോൾ ശിക്ഷ അനുഭവിക്കൂ. ആ സമയത്ത് അനുഭവമാകും. ഇതുപോലെ ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള ശിക്ഷ ലഭിക്കുന്നു. ഇത്രയും ദുഃഖം അനുഭവിക്കുന്നു, പിന്നെ സുഖം ബാക്കി എന്തുണ്ട്? ബാബ പറയുന്നു, ഇപ്പോൾ ഒരു പാപകർമ്മവും ചെയ്യരുത്. തന്റെ രജിസ്റ്റർ വയ്ക്കൂ. എല്ലാ സ്കൂളിലും സ്വഭാവത്തിന്റെ രജിസ്റ്റർ വയ്ക്കുമല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയും പറയും, ഭാരതത്തിന്റെ സ്വഭാവം ശരിയല്ല. പറയൂ, ഞങ്ങൾ ഈ ലക്ഷ്മി നാരായണന്മാരെ പോലെയുള്ള സ്വഭാവം ഉണ്ടാക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം സദാ കൂടെ ഉണ്ടാകണം. ഇതാണ് പ്രധാന ലക്ഷ്യം.
നമ്മൾ ഇങ്ങനെയായി മാറും. നമ്മൾ ശ്രീമതത്തിലൂടെ ഈ ആദി സനാതന ദേവീദേവതാ ധർമ്മം സ്ഥാപിക്കുകയാണ്. ഇവിടെ പെരുമാറ്റം നേരെയാക്കണം. ഇവിടെ നിങ്ങളുടെ കച്ചേരിയും ഉണ്ടാകുന്നു. എല്ലാ സെന്ററിലും കുട്ടികളുടെ കച്ചേരി ഉണ്ടാവണം. ദിവസവും പറയൂ, ചാർട്ട് വയ്ക്കൂ, എങ്കിൽ നേരെയാവും. ആരുടെ ഭാഗ്യത്തിലാണോ ഇല്ലാത്തത് അവർ അലസരായിരിക്കും. ചാർട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ 84 ജന്മങ്ങളുടെ ചക്രം അറിയുന്നതിലൂടെയാണ് ചക്രവർത്തി രാജാവായി മാറുന്നത്. എത്ര സഹജമാണ്. മാത്രമല്ല പവിത്രമായും മാറണം. ഓർമ്മയുടെ യാത്രയുടെ ചാർട്ട് വയ്ക്കൂ. ഇതിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമുണ്ട്. നോട്ട്ബുക്ക് എടുക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, ബാബയെ ഓർമ്മിക്കുന്നില്ല. നോട്ട്ബുക്ക് സദാ കയ്യിൽ വയ്ക്കൂ. തന്റെ ചാർട്ട് വയ്ക്കൂ. എത്ര സമയം ബാബയെ ഓർമ്മിച്ചു. ഓർമ്മിക്കാതെ കറ ഇളകില്ല. കറ പോകുന്നതിനായി സാധനങ്ങൾ മണ്ണെണ്ണയിൽ ഇടാറില്ലേ? കർമ്മം ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിക്കണം. എങ്കിൽ പുരുഷാർത്ഥത്തിന്റെ ഫലം ലഭിക്കും. പരിശ്രമമല്ലേ? വെറുതെ ആരെങ്കിലും തലയിൽ കിരീടം വെച്ചു തരുമോ? ബാബ ഇത്രയും വലിയ പദവി നൽകുന്നുവെങ്കിൽ കുറച്ചു പരിശ്രമവും ഉണ്ടാകുമല്ലോ. ഇതിൽ കൈയും കാലും ചലിപ്പിക്കേണ്ട ആവശ്യമില്ല. പഠിപ്പ് വളരെ സഹജമാണ്. ബുദ്ധിയിലുണ്ട്. ശിവബാബയിലൂടെ നമ്മൾ ഇതായി മാറുകയാണ്. എവിടേക്ക് പോവുകയാണെങ്കിലും ബാഡ്ജ് ധരിക്കണം. പറയൂ, വാസ്തവത്തിൽ അടയാള ചിഹ്നം ഇതാണ്. മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെയധികം രാജകീയത ഉണ്ടാവണം. വളരെ മധുരമായി മനസ്സിലാക്കി കൊടുക്കണം. അടയാള ചിഹ്നത്തെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കണം. പ്രീത ബുദ്ധിയെന്നും വിപരീത ബുദ്ധിയെന്നും എന്തിനെയാണ് പറയുന്നത്? നിങ്ങൾക്ക് ബാബയെ അറിയുമോ? ലൗകിക പിതാവിനെ ഗോഡ് എന്ന് പറയില്ല. ആ പരിധിയില്ലാത്ത അച്ഛൻ തന്നെയാണ് പതീത പാവനൻ, സുഖസാഗരൻ. ആ ആളിൽ നിന്ന് തന്നെയാണ് അളവില്ലാത്ത സുഖം ലഭിക്കുന്നത്. അജ്ഞാന കാലത്ത് മാതാപിതാക്കളാണ് സുഖം നൽകുന്നത് എന്ന് കരുതുന്നു. ഭർത്തൃ പിതാവിന്റെ വീട്ടിലേക്ക് അയക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഭർത്തൃ പിതാവിന്റെ പരിധിയില്ലാത്ത ഗ്രഹമാണ്. അത് പരിധിയുള്ളതാണ്. ആ മാതാപിതാക്കൾ 5-6 ലക്ഷമോ കോടിയോ തരും. നിങ്ങൾക്കാണെങ്കിൽ ബാബ പേര് വെച്ചിരിക്കുന്നത് കോടാനുകോടി സമ്പാദ്യമുണ്ടാക്കുന്ന കുട്ടികൾ എന്നാണ്. അവിടെ പൈസയുടെ കാര്യമേ ഇല്ല. എല്ലാം ലഭിക്കും. വലിയ നല്ല നല്ല കൊട്ടാരങ്ങൾ ഉണ്ടാകും. ജന്മജന്മാന്തരങ്ങളിലേക്കായി നിങ്ങൾക്ക് കൊട്ടാരം ലഭിക്കും. സുദാമാവിന്റെ ഉദാഹരണമുണ്ടല്ലോ. ഒരു പിടി അവിൽ എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടേക്കും അത് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഉണങ്ങിയ അവിൽ കഴിക്കുമോ? അതിനാൽ അതിനോടൊപ്പം കുറച്ചു മസാലകളും കൊണ്ടുവരുന്നു. എത്ര സ്നേഹത്തോടെയാണ് കൊണ്ടുവരുന്നത്. ബാബ നമുക്ക് ജന്മജന്മാന്തരങ്ങളിലേക്ക് നൽകും. അതിനാലാണ് ദാതാവ് എന്ന് പറയുന്നത്. ഭക്തിമാർഗത്തിൽ ഈശ്വരാർത്ഥം നൽകുമ്പോൾ അല്പകാലത്തിലേക്കായി അത് അടുത്ത ജന്മത്തിൽ ലഭിക്കും. ഏതെങ്കിലും പാവങ്ങൾക്ക് നൽകുകയാണ്, കോളേജ് തുറക്കുകയാണ് എങ്കിൽ അടുത്ത ജന്മത്തിൽ പഠിപ്പ് ദാനം ലഭിക്കുന്നു. ധർമ്മശാല നിർമ്മിക്കുകയാണെങ്കിൽ കെട്ടിടം ലഭിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ധർമ്മശാലയിൽ ഒരുപാട് പേർ വന്ന് സുഖം നേടുന്നു. ഇത് ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, ശിവബാബയ്ക്ക് എന്ത് നൽകുന്നുവോ അത് നമ്മുടെ തന്നെ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ശിവബാബ തന്റെ കയ്യിൽ വെക്കുന്നില്ല. ഇദ്ദേഹത്തോടും പറഞ്ഞു, എല്ലാം നൽകൂ, എങ്കിൽ വിശ്വത്തിന്റെ അധികാരിയായി മാറാം. വിനാശത്തിന്റെ സാക്ഷാത്കാരവും ചെയ്യിച്ചു. രാജധാനിയുടെ സാക്ഷാത്കാരവും ചെയ്യിച്ചു. പെട്ടെന്ന് ലഹരി കയറി. ബാബ നമ്മെ വിശ്വത്തിന്റെ അധികാരി ആക്കുന്നു. ഗീതയിലും അർജുനന് സാക്ഷാത്കാരം നൽകിയതായി കാണിച്ചിട്ടുണ്ട്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ ഇതായി മാറും. വിനാശത്തിന്റെയും സ്ഥാപനയുടെയും സാക്ഷാത്കാരം ചെയ്യിച്ചു. അതിനാൽ
ഇദ്ദേഹത്തിനും ആരംഭത്തിൽ തന്നെ സന്തോഷത്തിന്റെ ലഹരിയും വർദ്ധിച്ചു. ഡ്രാമയിൽ ഈ പാർട്ട് ഉണ്ടായിരുന്നു. ഭാഗീരഥനെയും ആരും അറിയുന്നില്ല. അതിനാൽ നിങ്ങൾ കുട്ടികൾ ഈ ലക്ഷ്യത്തെ ബുദ്ധിയിൽ വെക്കണം. നമ്മൾ ഇതായി മാറുന്നു. എത്ര പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി നേടും. ഫോളോ ഫാദർ എന്ന് പാടാറുണ്ട്. ഈ സമയത്തെ കാര്യമാണ്. പരിധിയില്ലാത്ത അച്ഛൻ പറയുന്നു, ഞാൻ എന്ത് നിർദ്ദേശമാണോ നൽകുന്നത് അതനുസരിച്ച് നടക്കൂ. ഇദ്ദേഹം എന്താണ് ചെയ്തത് എന്നതും പറഞ്ഞു തരുന്നു. ബാബയെ കച്ചവടക്കാരൻ, രത്നാകരൻ, മാന്ത്രികൻ എന്നെല്ലാം പറയാറുണ്ടല്ലോ. ബാബ പെട്ടെന്നാണ് എല്ലാം ഉപേക്ഷിച്ചത്. മുൻപ് ആ രത്നങ്ങളുടെ വ്യാപാരമായിരുന്നു. ഇപ്പോൾ അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരിയായി മാറി. നരകത്തെ സ്വർഗമാക്കി മാറ്റുക എന്നത് എത്ര വലിയ ഇന്ദ്രജാലമാണ്. പിന്നെ കച്ചവടക്കാരനുമാണ്. കുട്ടികളുമായി എത്ര നല്ല കച്ചവടമാണ് ചെയ്യുന്നത്. കല്ല് നിറഞ്ഞ ഒരു പിടി അവിലെടുത്തിട്ട് പകരം കൊട്ടാരം നൽകുന്നു. എത്ര നല്ല സമ്പാദ്യം ചെയ്യിക്കുന്ന ആളാണ്. ആഭരണങ്ങളുടെ വ്യാപാരത്തിലും ഇങ്ങനെ സംഭവിക്കുന്നു. ഏതെങ്കിലും അമേരിക്കക്കാരൻ സാധനം വാങ്ങാൻ വന്നാൽ 100ന്റെ സാധനം 500 രൂപയ്ക്കും എടുക്കും. അവരിൽ നിന്നും ഒരുപാട് പണം വാങ്ങിക്കും. നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും പഴയ വസ്തു പ്രാചീന യോഗമാണ്. നിങ്ങൾക്കിപ്പോൾ ഭോലാനാഥനായ അച്ഛനെ ലഭിച്ചു. എത്ര നിഷ്കളങ്കനാണ്. നിങ്ങളെ എന്താക്കി മാറ്റുന്നു. കല്ലിനും മണ്ണിനും പകരം നിങ്ങളെ 21 ജന്മങ്ങളിലേക്ക് എന്താക്കി മാറ്റുന്നു. മനുഷ്യർക്കൊന്നും അറിയില്ല. ചിലപ്പോൾ പറയും ഭോലാനാഥൻ നൽകിയതാണ്. ചിലപ്പോൾ പറയും അമ്പയാണ് നൽകിയത്, ഗുരുവാണ് നൽകിയത്. ഇവിടെയാണെങ്കിൽ പഠിപ്പാണ്. നിങ്ങൾ ഈശ്വരീയ പാഠശാലയിൽ ഇരിക്കുന്നു. ഈശ്വരീയ പാഠശാല എന്ന് പറയുന്നത് ഗീതയെയാണ്. ഗീതയിലുള്ളത് ഭഗവാൻ ഉച്ചരിച്ചതാണ്. പക്ഷെ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത് ഇതുപോലും ആർക്കും അറിയില്ല. ആരോട് വേണമെങ്കിലും ചോദിക്കൂ, പരമപിത പരമാത്മാവിനെ അറിയുമോ? ബാബ തോട്ടക്കാരനുമാണ്. നിങ്ങളെ മുള്ളുകളിൽ നിന്നും പൂക്കളാക്കി മാറ്റുന്നു. അതിനാൽ അള്ളാഹുവിന്റെ പൂന്തോട്ടം എന്നാണ് പറയുന്നത്. യൂറോപ്പുകാരും പാരഡൈസ്, അതായത് സ്വർഗം എന്ന് പറയാറുണ്ട്. തീർച്ചയായും ഭാരതം പരിസ്ഥാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശവപ്പറമ്പാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ പരിസ്ഥാന്റെ അധികാരികളായി മാറുകയാണ്. ബാബ വന്ന് ഉറങ്ങിയവരെ ഉണർത്തുന്നു. ഇതും നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് അറിയുന്നത്. ആരാണോ സ്വയം ഉണർന്നത് അവർ മറ്റുള്ളവരെയും ഉണർത്തും. അഥവാ ഉണർത്തുന്നില്ലെങ്കിൽ സ്വയം ഉണർന്നിട്ടില്ല എന്നതാണ് അർത്ഥം. അതിനാൽ ബാബ പറയുന്നു, ഈ ഗീതങ്ങളുടെയും പാർട്ട് ഡ്രാമയിലുണ്ട്. ചില ഗീതങ്ങൾ വളരെ നല്ലതാണ്. എപ്പോൾ നിങ്ങൾ ഉദാസീനമാകുന്നുവോ അപ്പോൾ ഈ ഗീതം കേൾക്കൂ. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. രാത്രിയിലെ യാത്രക്കാരാ, ക്ഷീണിക്കരുത്. ഇതും നല്ലതാണ്. ഇപ്പോൾ രാത്രി പൂർത്തിയാവുകയാണ്. മനുഷ്യർ കരുതുന്നു എത്ര കൂടുതൽ ഭക്തി ചെയ്യുന്നുവോ അത്രയും പെട്ടെന്ന് ഭഗവാനെ ലഭിക്കും. ഹനുമാൻ മുതലായവരുടെ സാക്ഷാത്കാരമുണ്ടായാൽ ഭഗവാനെ ലഭിച്ചു എന്ന് കരുതുന്നു. ബാബ പറയുന്നു, ഈ സാക്ഷാത്കാരങ്ങളെല്ലാം ഡ്രാമയിൽ ഉള്ളതാണ്. എന്ത് ഭാവന വയ്ക്കുന്നോ അതിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ബാക്കി ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ബാബ പറയുന്നു, ഈ ബാഡ്ജ് എപ്പോഴും എല്ലാവരുടെ പക്കലും ഉണ്ടാവണം. വ്യത്യസ്ത രീതിയിലുള്ളത് ഉണ്ടാക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വളരെ നല്ലതാണ്. നിങ്ങൾ ആത്മീയ മിലിറ്ററിയല്ലേ? മിലിറ്ററിക്ക് എപ്പോഴും അടയാളമുണ്ടാകും. നിങ്ങൾ കുട്ടികൾക്കും ഇതുണ്ടെങ്കിൽ ലഹരിയുണ്ടാകും. നമ്മൾ ഇതാവുകയാണ്. നമ്മൾ വിദ്യാർത്ഥികളാണ്. ബാബ നമ്മെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുകയാണ്. മനുഷ്യർ ദേവതയുടെ പൂജ ചെയ്യുന്നു.
ദേവതകൾ ദേവതകളുടെ പൂജ ചെയ്യില്ല. ഇവിടെ മനുഷ്യർ ദേവതകളുടെ പൂജ ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ശ്രേഷ്ഠരാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബുദ്ധിയിൽ സദാ തന്റെ പ്രധാന ലക്ഷ്യം ഓർമ്മ വയ്ക്കണം. ലക്ഷ്മി നാരായണന്റെ ചിത്രം സദാ കൂടെയുണ്ടാവണം. നാം ഇങ്ങനെയായി മാറുന്നതിനായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈശ്വരീയ വിദ്യാർത്ഥികളാണ് എന്ന സന്തോഷത്തിൽ കഴിയണം. 2. തന്റെ പഴയ കല്ല് നിറഞ്ഞ ഒരു പിടി അവിൽ നൽകി കൊട്ടാരം നേടണം. ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത് അവിനാശിയായ ജ്ഞാനരത്നത്തിന്റെ വ്യാപാരിയായി മാറണം. വരദാനം: നിശ്ചയത്തിന്റെ ആധാരത്തിൽ വിജയീ രത്നമായി സർവരെയും പ്രതി മാസ്റ്റർ ആശ്രയദാതാവായി ഭവിക്കട്ടെ. നിശ്ചയബുദ്ധികളായ കുട്ടികൾ വിജയികളാകുന്ന കാരണത്താൽ സദാ സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നു. അവർ തന്റെ ധൈര്യം വർണ്ണിക്കുന്നില്ല. എന്നാൽ വിജയിയാകുന്നതിനാൽ അവർ മറ്റുള്ളവരുടെ ധൈര്യം വർദ്ധിപ്പിക്കുന്നു. ആരെയും താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ആശ്രയദാതാവാകുന്നു. അതായത് താഴെ നിന്നും മുകളിലേക്കുയർത്തുന്നു. വ്യർത്ഥത്തിൽ നിന്ന് സദാ ദൂരെയിരിക്കുന്നു. വ്യർത്ഥത്തിൽ നിന്ന് അകന്നു മാറുക തന്നെയാണ് വിജയിയാകുക. ഇങ്ങനെയുള്ള വിജയീ കുട്ടികൾ സർവർക്കും മാസ്റ്റർ ആശ്രയദാതാവായി മാറുന്നു. ശ്ലോകൻ: നിസ്വാർത്ഥവും നിർവികൽപവുമായ സ്ഥിതിയിലൂടെ സേവനം ചെയ്യുന്നവർ തന്നെയാണ് സഫലതാമൂർത്തികൾ. അവ്യക്ത സൂചന: സ്വയവും സർവരെയും പ്രതി മനസ്സാ യോഗത്തിന്റെ ശക്തികളെ പ്രയോഗിക്കൂ. യോഗത്തെ പ്രയോഗിക്കുന്നതിന് ദൃഷ്ടിയിലും വൃത്തിയിലും കൂടി പവിത്രതയ്ക്ക് ഇനിയും അടിവര ഇടൂ. മൂല അടിത്തറ തന്റെ സങ്കല്പം ശുദ്ധവും ജ്ഞാനസ്വരൂപവും ശക്തിസ്വരൂപവുമാക്കൂ. ആര് എത്ര തന്നെ അലയുന്നവരും പരവശരും ദുഃഖത്തിന്റെ അലകളിൽ വന്ന് സന്തോഷത്തിൽ കഴിയുക അസംഭവ്യമാണെന്ന് മനസ്സിലാക്കിയാലും, പക്ഷേ താങ്കൾക്ക് മുന്നിൽ വരുമ്പോഴേ താങ്കളുടെ രൂപം, താങ്കളുടെ മനോവൃത്തി, താങ്കളുടെ ദൃഷ്ടി ആത്മാവിനെ പരിവർത്തനപ്പെടുത്തട്ടെ. ഇതാണ് യോഗത്തിന്റെ പ്രയോഗം. ഓം ശാന്തി.